ഓക്കെ, ആ പ്രോബ്ലത്തിന് അതിലൊരു പോർഷൻ പറയുകയാണെങ്കിൽ ചെറിയൊരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇന്നലെ പറഞ്ഞത് തന്നെയാണ്, അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നതേ ഉള്ളൂ. അതായത് ഇന്നലെ നമ്മൾ ചോക്ഡ് ഫ്ലോന്റെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് മാക്സിമം പാനോഫ്ലോയിൽ സംഭവിക്കുന്നത് സബ്സോണിക്കിൽ നിന്ന് സോണിക്കിലേക്ക് പോകും മാക്സിമം എൻട്രോപ്പി പോയിന്റ് വരെ. അതുപോലെ സൂപ്പർ സോണിക്കിൽ നിന്ന് സോണിക്കിലേക്ക് പോകും മാക്സിമം എൻട്രോപ്പി പോയിന്റ് വരെ. ആ മാക്സിമം എൻട്രോപ്പി വരുന്ന പോയിന്റാണ് നമ്മൾ എന്താ പറയുക, ചോക്കിംഗ് കണ്ടീഷനിലെ ചോക്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൽ സംഭവിക്കുന്ന വെച്ചാൽ ആ ചോക്കിങ് അത് ഇതുവരെ റിലേറ്റഡ് ആണ്, സെയിം സാധനം തന്നെയാണ്. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിലേക്ക് അത് എപ്പോഴും ഫിക്സ്ഡ് ആവും. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു പ്രഷർ റെഡ്യൂസ് ചെയ്ത് ഒരു പി സ്റ്റാർ വാല്യൂ, ഒരു ക്രിട്ടിക്കൽ വാല്യൂ എത്തുന്നത് വരെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. ഒരു പെർട്ടിക്കുലർ വാല്യൂ അല്ല സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ഉണ്ടടാ, മറന്നുപോയി. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ഒരു പെർട്ടിക്കുലർ വാല്യൂ, പെർട്ടിക്കുലർ പ്രഷർ വാല്യൂ എത്തുന്നവരെ എന്തുണ്ടാവും, അതിൽ വേരിയേഷൻ വരില്ല. അപ്പൊ ഒരു ലിമിറ്റിംഗ് കണ്ടീഷൻ ഉണ്ട്. ഒരു ഇൻലെറ്റ് കണ്ടീഷൻ എടുത്താൽ അതിനൊരു എക്സിറ്റ് കണ്ടീഷൻ, ഒരു ലിമിറ്റിംഗ് കണ്ടീഷൻ ഉണ്ടാവും. ഓക്കെ, അതൊന്ന് പറയുന്നുണ്ട്, ഒരു കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ആ ഒരു എക്സിറ്റ്, ഒരു ലിമിറ്റിംഗ് കണ്ടീഷൻ ഉണ്ടാവും, ഒരു എൻട്രി കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലിമിറ്റിംഗ് കണ്ടീഷൻ ഉണ്ടാവും. ഓക്കെ, അതാണ് പറയുന്നത്. സോ ഇനീഷ്യലി സപ്പോസ് ഒരു ഫ്ലോ എടുത്തു മിനിമം പാസേജ് ലെങ്ത്തിന്, റൈറ്റ്. ഇനി ഇതിന്റെ ഒരു പാസേജ് ലെങ്തിൽ പോകുമ്പോൾ ഇനീഷ്യലി ഒരു പോയിന്റ്, ഒരു ഫസ്റ്റ് പോയിന്റ് ഇവിടെ പോകും. ഇതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ് 1. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രഷർ P1 ഉണ്ടാവും. ദെൻ അത് സബ്സോണിക് ഫ്ലോ ആണ്. സോ അപ്പർ റീജിയൻ എന്താവും, അത് എക്സ്പാൻഡ് ചെയ്തിട്ട് പ്രഷർ റെഡ്യൂസ് ചെയ്ത് വന്നിട്ട് അവിടെ ഫ്ലോ വെലോസിറ്റി ഇൻക്രീസ് ആയിട്ട് സോണിക് പോയിന്റ് വരെ വരും. ഒരു കറസ്പോണ്ടിങ് ഒരു പോയിന്റ്, ഓക്കെ, കറസ്പോണ്ടിങ് അവരെ മാക്സിമം എൻട്രോപ്പി പോയിന്റ്. ദെൻ ഇതിലൂടെ വരുമ്പോൾ എന്താ, ഫ്ലോ വെലോസിറ്റി ഇൻക്രീസ്ഡ് ആവും. സിമിലർലി എന്തും കൂടി ഇൻക്രീസ്ഡ് ആവും, എൻട്രോപ്പി കൂടെ ഇൻക്രീസ്ഡ് ആവും, റൈറ്റ്. അതാണ് 1-1-1 സ്റ്റാറിലെ കർവ് വഴി കാണിച്ചേക്കണം. ഒരു സബ്സോണിക് ഫ്ലോന്റെ കേസിൽ, ഒരു പെർട്ടിക്കുലർ മാസ് ഫ്ലക്സിന്റെ കേസിൽ, ഓക്കെ, ഒരു കോൺസ്റ്റന്റ് സ്റ്റാഗ്നേഷൻ താല്പര്യം, ഒരു പെർട്ടിക്കുലർ മാസ് ഫ്ലക്സിന്റെ ഒരു സിംഗിൾ ഫാനോലൈൻ കർവാണ് കാണിച്ചത്, അല്ലെ. ഈ ഒരു സിംഗിൾ ഫാനോലൈൻ കർവാണ് ഈ കാണിച്ചത്. സപ്പോസ് ഈ ഡക്റ്റിന്റെ ലെങ്ത് അങ്ങനെ ഇൻക്രീസ് ചെയ്ത് നോക്കും. സോ ഡക്റ്റ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു ഫ്ലോ പ്രോസസ് ഇൻക്രീസ്ഡ് ആയി, റെസിസ്റ്റൻസ് ടു ഫ്ലോ ഇൻക്രീസ്ഡ് ആയി. ഓക്കെ, റെസിസ്റ്റൻസ് ടു ഫ്ലോ ഇൻക്രീസ്ഡ് ആവുന്ന വെച്ചാൽ എൻട്രോപ്പിയും കൂട്ടത്തിൽ ഇൻക്രീസ്ഡ് ആവണം. ഓക്കെ, എൻട്രോപ്പിയും കൂട്ടത്തിൽ ഇൻക്രീസ്ഡ് ആവണം. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഈ കേസിൽ വെച്ചാൽ, ഈ പെർട്ടിക്കുലർ ഫാനോ ലൈനിൽ വെച്ചിട്ട് ഒരിക്കലും എൻട്രോപ്പി പിന്നെ മാറില്ല. കാരണം സ്റ്റേറ്റ് 1ഉം അതിന്റെ ക്രിട്ടിക്കൽ സ്റ്റേറ്റും ഫിക്സ്ഡ് ആയി. ഇൻലെറ്റ് പോയിന്റും അതിന്റെ ഫൈനൽ പോയിന്റും ഫിക്സ്ഡ് ആയാൽ നമുക്ക് ഒരിക്കലും ഇൻ ബിറ്റ്വീൻ എന്തായിരിക്കും, എൻട്രോപ്പിനെ പിന്നെ ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. നോർമലി ആ ഫാനോ ലൈനെ കറസ്പോണ്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഫ്ലോ തന്നെ ഒരു ചേഞ്ച് വരുത്തിട്ട് അതിന്റെ മാസ് ഫ്ലക്സിനെ ഞങ്ങൾ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ജി എന്നുള്ള വാല്യൂ ഉണ്ടാവുമല്ലോ, ഒരു പെർട്ടിക്കുലർ മാസ് വെലോസിറ്റിയിലെ മാസ് ഫ്ലക്സിനെ റെഡ്യൂസ് ചെയ്യും. പക്ഷെ മാസ് ഫ്ലക്സിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒറിജിനൽ ഫാനോ ലൈൻ ഇതാണെങ്കിൽ ഇവിടുന്ന് ഷിഫ്റ്റ് ആയിട്ട് സെക്കൻഡറി ഒരു ഫാനോ ലൈനിലേക്ക് പോകും. ഓക്കെ, ഒരു സെക്കൻഡറി ഫാനോ ലൈനിലേക്ക് പോകും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാ, ഒന്നുകിൽ ഇനി സപ്പോസ് നമുക്ക് മാസ് ഫ്ലക്സ് ഒറിജിനൽ വാല്യൂവിൽ മെയിൻറ്റെയിൻ ചെയ്യണം നോക്ക്. മാസ് ഫ്ലക്സ് ഇപ്പൊ കിട്ടിയ വാല്യൂ എന്താണോ അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇനീഷ്യൽ പോയിന്റിനെ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കുറച്ച് ഡിവൈറ്റ് ചെയ്യും. ഇനീഷ്യൽ സ്റ്റേറ്റിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക്. ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുക. ഇനി അപ്പൊ ഇതിൽ എന്ന് പറയുന്നത്, ഈ ഫൈനലി ഉള്ള ഒരു മിനിമം ലെങ്ത് ഉണ്ട്. ഒരു ഇനീഷ്യൽ പോയിന്റ് എടുത്താൽ അതിന്റെ ഫൈനൽ, അതാണ് കറസ്പോണ്ടിങ്ങിൽ മെയിൻ ആയിട്ട് ഇതിനകത്ത് ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ ഇതിന്റെ സബായിട്ട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എന്റെ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു ഫിക്സഡ് പോയിന്റ്, ഒരു ഇനീഷ്യൽ പോയിന്റ് എടുത്താൽ അതിന് കറസ്പോണ്ടിങ്ങിലി ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടാവും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാക്സിമം ലെങ്ത് പോസിബിൾ ആണ്. അതിനപ്പുറം ഞാൻ ഇന്നലെ പറഞ്ഞു, ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് പ്രഷർ വേരിയേഷൻ വരില്ല. ഓക്കെ, പ്രഷർ റെഡ്യൂസ്ഡ് ആയിട്ട് മാക്സിമം ഈ ഒരു പോയിന്റിലെ പി സ്റ്റാർ പ്രഷർ വരെ മാത്രമേ വരൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മിനിമം ലെങ്ത് ഉണ്ട്. ആ ലെങ്തിനെ പറയുന്നതാണ് ഇപ്പൊ ഫ്ലോ കണ്ടീഷന്, ഒരു ഫ്ലോ പൈപ്പ് ഫ്ലോന് ഒരു പെർട്ടിക്കുലർ മാക്സിമം ഫ്ലോ ലെങ്ത് ഉണ്ട്. ആ ലെങ്തിനെ പറയുന്ന പേര് ഇതാണ് ഇവൻ ക്രിട്ടിക്കൽ ലെങ്ത് എന്ന് പറയും. ഓക്കെ, ആ ഒരു ഡക്റ്റിന്റെ ചോക്ഡ് കണ്ടീഷൻ എത്താനുള്ളതിന് ഒരു പെർട്ടിക്കുലർ എൻട്രി കണ്ടീഷൻ, നമ്മളിപ്പോ M1 വാല്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു പെർട്ടിക്കുലർ M1 വാല്യൂ ഒരു 5 ആണ് മാക് നമ്പർ എൻട്രിയിലുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാക്സിമം ലെങ്ത് വാല്യൂ ഉണ്ടാവും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മാക്സിമം ലെങ്ത് വാല്യൂ ഉണ്ടാവും. ഡാറ്റ ബുക്ക് ഗ്യാസ് ടേബിൾ ഉള്ള ഓർഡറൊക്കെ എടുത്ത് വെക്കണേ കയ്യിൽ, അത് ആവശ്യമുണ്ട്. ഇനി ക്ലാസ്സിൽ എല്ലാ ദിവസവും അത് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞാണ്. ഓക്കെ, ഒരു മിനിമം ലെങ്ത് ഉണ്ടാവും. ആ ലെങ്ത്തിനാണ് നമ്മൾ എന്താ പറയുക, ക്രിട്ടിക്കൽ ലെങ്ത്. ഈ ക്രിട്ടിക്കൽ ലെങ്ത്തിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ആ ഡാറ്റ ഗ്യാസ് ടേബിളിലുണ്ട്. ഗ്യാസ് ടേബിൾ ഉള്ള ഓർഡർ എടുത്ത് നോക്കുക, ഇല്ലാത്തോട്ട് എല്ലാവരോടും ഞാൻ അതുകൊണ്ടായി പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞത് ഇത്രയും നാള്. അതിനകത്തേക്ക് ഉള്ള ഓർഡർ ഓപ്പൺ ചെയ്ത് നോക്കുക. ഫാനോ ലൈനിന്റെ ഫാനോ ഫ്ലോന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ ഉണ്ട് ഫസ്റ്റില്, പേജ് നമ്പർ 8. അതിനകത്തേക്ക് നമുക്ക് അതിന്റെ ഇക്വേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. കറസ്പോണ്ടിങ് അല്ല അതിന്റെ ഡെറിവേഷനോ കാര്യങ്ങളൊന്നും വേണ്ട. ആ ഇക്വേഷൻ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണം. അല്ലെങ്കിൽ ഓർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ബുക്കിലുള്ളതാ. 4f Lmax by D is equal to, അതിൽ എഫ് എന്ന് പറയുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. 4f Lmax by D is equal to, എടുത്തിനാ ബുക്ക് എടുത്തിനാ, ഗ്യാസ് ടേബിൾ ഉണ്ടായിരിക്കെങ്കിലും. പേജ് നമ്പർ അറിയോ? പേജ് നമ്പർ എന്റെ 8 ആണ്. അതിൽ ഫാൻ ഓഫ് ഫ്ലോ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് വിത്ത് ഫ്രിക്ഷൻ എന്നിട്ട് ഒരു ഇതുണ്ടാവും, ഷോക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ പേജിൽ സ്റ്റാർട്ടിങ്ങിൽ. അതിനകത്ത് നമ്മൾ ആദ്യം തന്നെ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടി വേരിയേഷന്റെ കുറെ ഇക്വേഷൻസ് ഉണ്ട്. ഡെൻസിറ്റിന്റെ, പ്രഷറിന്റെ, വെലോസിറ്റിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട്, സ്റ്റാഗ്നേഷൻ പ്രഷറിനൊക്കെ. അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന ഇക്വേഷൻ ആണ് 4f bar Lmax by D is equal to 1 minus m square by gamma m square plus gamma plus 1 by 2 gamma into ln gamma plus 1 m square divided by 2 into 1 plus gamma minus 1 by 2 m square. ബുക്കുള്ള ഓർഡർക്ക് നോക്കി വെച്ചാൽ മനസ്സിലാവും. ഓക്കെ, ആണെന്ത് മാക്സിമം ടേബിൾ അല്ലല്ലോ, പേജ് നമ്പർ. ടേബിള് പേജ് നമ്പർ 8 ആണ് എന്റെ കയ്യില്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സ് എടുക്ക്. അതിൽ ഇൻഡെക്സ് കഴിഞ്ഞ പാട് ഇൻഡെക്സിൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അത് ഇൻഡെക്സ് കഴിഞ്ഞ പാടുണ്ടാവും. ഫസ്റ്റ് തന്നെ കുറെ നൊട്ടേഷൻസ് ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സ് ഉണ്ട്. അതിൽ ഫാൻ ഓഫ് ഫ്ലോയില് 4f bar Lmax by D എന്നൊരു ഇക്വേഷൻ ഉണ്ടാവും. ആക്ച്വലി ആ ഇക്വേഷൻ നമുക്ക് അധികം യൂസ്ഫുൾ അല്ല. അതിന് കാരണം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് ടേബിളിലുണ്ട്. അതുപോലെ പേജ് നമ്പർ 81 കൊണ്ടാണ് ഫാൻ ഓഫ് ഫ്ലോന്റെ പേജ് വരുന്നത്. പേജ് നമ്പർ 81 ആയിട്ട്. ഓക്കെ, അതിനകത്ത് ഉണ്ട് അതിന്റെ ലാസ്റ്റ് കോളം. നമ്മള് ഐസെൻട്രോപിക് ടേബിൾ ഓരോ കോളം ഉണ്ടായില്ല, P by P star അതുപോലത്തെ, അതുപോലെ ഒരു കോളം ഉണ്ട് ലാസ്റ്റ് 4f bar Lmax by D എന്നുണ്ട്. ഇപ്പൊ M1 വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് 4f bar Lmax by D എന്നിട്ടൊരു വാല്യൂ ഉണ്ടാവും. നമുക്ക് ശരിക്കും ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ടാവും. ഓക്കെ, ആ വാല്യൂ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ലെങ്ത് ഉണ്ട്. ആ ക്രിട്ടിക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ ആണ് കൊടുത്തേക്കണേ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ അതിന് ഒരു പെർട്ടിക്കുലർ ലെങ്ത്. അത് കഴിഞ്ഞാൽ എന്താ, അതിനപ്പുറത്തേക്കുള്ള റിഡക്ഷൻ പോസിബിൾ അല്ല. ഇനി ഇവൺ ബാക്ക് പ്രഷർ, ഒരു ഡക്റ്റിൽ ബാക്ക് പ്രഷർ നമ്മൾ റെഡ്യൂസ് ചെയ്താലും, പക്ഷെ എക്സിറ്റ് കണ്ടീഷനിൽ എപ്പോഴും മാക്സിമം പോസിബിൾ ആയിട്ടുള്ള പ്രഷർ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ലെങ്ത് പ്രഷറാണ്. ഓക്കെ, ആ കാര്യമാണ് പറഞ്ഞത്. ബാക്കി സിമിലർലി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പ്രോബ്ലം പറയുന്നതിന് മുമ്പ് വേറൊരു ക്വസ്റ്റ്യൻ എഴുതുക. ഇതിന്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ഒരു പ്രോബ്ലം, അത് എഴുതിയിട്ട് നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. എയർ ഹാവിംഗ്, ഒരു ക്വസ്റ്റ്യൻ എഴുതും. എയർ ഹാവിംഗ്, അവിടെ എഴുന്നില്ലേ? നേരത്തെ ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞാ, നേരത്തെ ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഇത് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ചെറിയ ക്വസ്റ്റ്യൻ ആണ് ഇത് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞു. എയർ ഹാവിംഗ് എ മാക് നമ്പർ ഓഫ് 5, എയർ ഹാവിംഗ് എ മാക് നമ്പർ ഓഫ് 5, a Mach number of 5 is decelerated in a 7.5 centimeter internal diameter pipe
7.5 centimeter internal diameter pipe internal diameter pipe internal diameter pipe to Mach number of 3 to Mach number of 3 compute the length of the pipe compute the length of the pipe which will cause this deceleration which will cause this deceleration if F equal to coefficient of friction F is equal to 0.005 and gamma equal to 1.4 and gamma equal to 1.4. എഴുതിയില്ല ക്വസ്റ്റ്യൻ എഴുതിയില്ല ക്വസ്റ്റ്യൻ എഴുതിയില്ല സർ തന്ന ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക സംഭവം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ ലെങ്ത് കണ്ടുപിടിക്കണം M1 വാല്യൂ തന്നിട്ടുണ്ട് നമുക്ക് M2 വാല്യൂ തന്നിട്ടുണ്ട് ഓക്കെ M1 വാല്യൂ തന്നിട്ടുണ്ട് M2 വാല്യൂ തന്നിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഡക്ട് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ഏറ്റവും മിക്കവാറും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഡക്ട് ലെങ്ത് കണ്ടുപിടിക്കാൻ ഫാൻ ഓഫ് ഫ്ലോന്റെ പ്രോബ്ലത്തിൽ അപ്പൊ അതിന് വേണ്ടി എന്ന് വെച്ചാൽ M1 വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു മാക്സിമം ലെങ്ത് ഉണ്ടാവും 4FL നമ്മളിപ്പോ ഈ പറഞ്ഞ ഇക്വേഷൻ 4FL മാക്സ് ബൈ ഡി എന്നുള്ളത് അതിനൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും അപ്പൊ ഈ M1 വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ വാല്യൂ ആദ്യം കണ്ടുപിടിക്കുക M2 വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വാല്യൂ 4FL മാക്സ് ഡി എന്നിട്ട് ഒരു വാല്യൂ ഉണ്ടാവും ഇത് രണ്ടും കണ്ടുപിടിച്ച ശേഷം ഇതിന്റെ തമ്മിൽ എടുക്കുന്ന ഡിഫറൻസ് ആണ് 4FL ബൈ ഡി എന്ന് വരും ഓക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് എന്നിട്ട് ഞാൻ ബാക്കി പറയാം M1 വാല്യൂ എത്ര തന്നിട്ടില്ലേടാ M1 വാല്യൂ 5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒന്ന് 4FL മാക്സ് ബൈ ഡി കണ്ടുപിടിച്ച 0.694. Okay, then second one 2. M equal to m equal to 2 ന്റെ അല്ലേ എടുത്തോണ്ട് 2 ആണ് ഞാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 2 a max number of 2. 2 a Mach number of 3 അല്ല 2 അല്ല 3 Yeah. Mach M2 value is 3 522. okay then 4FL max by D എന്തിനു കിട്ടി M1 വാല്യൂവിന് കിട്ടി M2 ന്റെ വാല്യൂവിന് കിട്ടി ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കണം എപ്പോഴും ഓക്കെ ഈ ഇക്വേഷൻ ഒന്നുമല്ല ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇൻ ബിറ്റ്വീൻ ലെങ്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കേണ്ടത് 4F bar മാക്സിമം ലെങ്ത് രണ്ട് എൻഡിലുള്ള പോസിബിൾ ആയിട്ടുള്ള മാക്സിമം ലെങ്ത് ഇതിന്റെ ഡിഫറൻസ് ആണ് 4FL ബൈ ഡി എന്ന് പറയുക ഓക്കെ 4FL ബൈ ഡി സോ ഈ വാല്യൂ M1 ഇതിന് M1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം ലെങ്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം ഇത് M2 വാല്യൂവിനെ അറിയാം ബാക്കി F ബാർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡി എന്ന് നമുക്ക് തന്നിട്ടുണ്ട് എത്ര എൽ വാല്യൂ എത്ര വരുമോ നോക്കിയാൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പൈപ്പിന്റെ ലെങ്ത് ഓഫ് പൈപ്പ് ഒന്ന് കണ്ടുപിടിച്ചേ ഇത് നമുക്ക് ഇത് തമ്മിൽ ഡിഫറൻസ് എടുക്കാൻ നമുക്കറിയാം ഈ രണ്ട് വാല്യൂ നമുക്ക് കിട്ടി ഈ വാല്യൂം എഫ് വാല്യൂം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇനി കറസ്പോണ്ടിങ്ങില് മാക്സിമം ലെങ്ത് ഒന്ന് കണ്ടുപിടിച്ചേ
64.5. ഒരു മിനിറ്റ്. 64.5. യൂണിറ്റ് വീണ്ടും വരടാ. Centimeter. 64.5 Centimeter. ഇതെല്ലാരും ചെയ്യണേ, ഒരാൾ മാത്രം ചെയ്യുന്ന അവസ്ഥയിലാകാറ്. 60.45 meters അല്ലെങ്കിൽ 64.5 centimeters. ഓക്കെ, ദെൻ ഇനി നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ എടുക്കും. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നേരത്തെ സ്ലൈഡ് ഒന്നും കൂടി എടുക്കുക. ഓക്കെ സാർ. ഓക്കെ, നേരത്തെ ചെയ്ത പ്രോബ്ലം ഇല്ലേ, ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത് ഫസ്റ്റ് പാർട്ടില്? Diameter of the ഡയമീറ്റർ ഓഫ് ദ ഡക്റ്റ്. ഓക്കെ, length. Temperature. ലെങ്ത്, ടെമ്പറേച്ചർ. സോ ഇനീഷ്യലി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? തന്ന ഡാറ്റ നോക്കുക. T1 വാല്യൂ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ദെൻ P1 തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ്ങിന് നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് എഴുതണേ, ജസ്റ്റ് എഴുതിക്കോന്ന്. പിന്നെ എല്ലാ പ്രോബ്ലം ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കും. സോ A1 ഈസ് ഈക്വൽ ടു ഗാമ ആർ T1 വരും. കറസ്പോണ്ടിങ്ങിൽ A1 കിട്ടി. മെത്തേഡ് മാത്രം പറയുന്നു നമുക്ക്. C1 കിട്ടി. ഓക്കെ, C1 M1 നമുക്ക് തന്നിട്ട് M1 × A1 ഇട്ട് C1 കിട്ടി. ദെൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ഏരിയ കിട്ടും. സോ കറസ്പോണ്ടിങ്ങിലി ഡയമീറ്റർ കിട്ടും. ഒന്ന് ഡയമീറ്റർ കണ്ടുപിടിച്ചെന്ന് വേഗം. ഈ സ്റ്റെപ്പ് മാത്രം ബാക്കി എഴുതരേ, അത് മുതൽ എഴുതിയിട്ട് എഴുതിക്കോ. ആ ഒരു സ്റ്റെപ്പ് മാത്രം എഴുതി വെക്കരുത്. ഡയമീറ്റർ ഒന്ന് ഫൗണ്ട് ഔട്ട് ചെയ്ത്. കിട്ടിയ ഡയമീറ്റർ കിട്ടിയാ? ഇവിടെ ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞേ. നിങ്ങൾ ചെയ്തോണ്ടെന്ന് പറഞ്ഞേ. അഭിരാം, sir. അബിൻ ജോഷി, ആദർശ് KK, Present, sir. അക്ഷയ് KM, ആൽബിൻ തോമസ്, അമൽ KP, Present, sir. അമൽ K സന്തോഷ്, അമൽ K സന്തോഷ്, സന്തോഷില്ല. ഓക്കെ, ദെൻ അമൽ M, അനന്തു, അനുരാഗ്. ഡയമീറ്റർ കിട്ടിയാ? മക്കളെ ഡയമീറ്റർ കണ്ടുപിടിച്ചോ? എത്ര കിട്ടിയ വാല്യൂ?
ഹലോ, ഇവിടെ ചെയ്യുന്നുണ്ടാ ജിഷ്ണു? എത്ര കിട്ടിയ ജിഷ്ണു? സാർ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട്, ഞാൻ ചെയ്തില്ലത്. എന്താ കൺഫ്യൂഷൻ എന്തിന്റെ? അല്ല ഫസ്റ്റ് തന്നെ എടുത്ത് തിരിഞ്ഞില്ല, അതായത് ഒന്ന് ചെയ്ത് നോക്കണം എന്നാലേ അത് തിരിയാൻ കഴിയും. ഫസ്റ്റത്തെ ഫോറഫിന്റെ ഇതില്ല, ഫോറഫ് മൈനസ് എൽ മാക്സ് ബൈ ഡി ഫസ്റ്റ്. ഞാനിപ്പോ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ചെയ്യാൻ. അല്ല ഞാൻ അതിലെ കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. അതാണ് വീട് എന്നാല് അതും പിടിച്ച് എന്താണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ഫോർ എഫ് M1 തന്നിട്ടുണ്ടാവും, M1 കറസ്പോണ്ടിങ് ആയിട്ട് 4FL മാക്സ് ബൈ ഡി എന്നൊരു ഇക്വേഷൻ അതിലുണ്ടാവും. ആ വാല്യൂ എടുത്ത് എഴുതുക. M2 കറസ്പോണ്ടിങ് ആയിട്ട് ആ വാല്യൂ എടുത്ത് എഴുതുക. ഇത് തമ്മിൽ ഡിഫറൻസ് എടുത്താൽ 4FL ബൈ ഡി ആയിരിക്കും. അതിനകത്ത് എഫും ഡിയും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, L കണ്ടുപിടിച്ചാൽ മതി. വേറൊന്നുമില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അതിലെന്താ കൺഫ്യൂഷൻ? ഇത് കഴിഞ്ഞിട്ട് ഡയമീറ്റർ കണ്ടുപിടിച്ച ആ ലെങ്ത്തും കൂടി കണ്ടുപിടിക്കുക. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ മെത്തേഡിൽ M1 വാല്യൂ M2 വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ്ങിൽ എന്തെടുക്കുക? പറ്റില്ല, അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അത് ഡയമീറ്റർ കണ്ടുപിടിക്കുക, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. ബാക്കി അറ്റൻഡൻസ്. ആശ്രയ്, അശ്വിൻ, സാർ. ഭഗത്, ദിജിൻ. സാർ ഇതില് 0.15 ഇല്ലല്ലോ, 16 0.15 ഇല്ല, അത് ഇന്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ആ വാല്യൂ ഞാൻ തരാം, ഇന്റർപോളേറ്റ് ചെയ്ത. ഓക്കെ, ഇത് ചെയ്ത ഡയമീറ്റർ എന്ന് പറയുന്നത് 22.66 സെന്റിമീറ്റർ വരും. ഓക്കെ, ഡയമീറ്റർ 22.66 സെന്റിമീറ്റർ വരും. ഇനി അതിനുശേഷം ഫാൻ ഓഫ് ഫ്ലോന്റെ ഡയഗ്രം നോക്കിയാല് നിങ്ങൾക്ക് 0.15 കാണാൻ പറ്റില്ല. 14 16 ഉള്ളൂ. സോ ആക്ച്വലി എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്റർപോളേറ്റ് തന്നെ എഴുതേണ്ടി വരും. ഇപ്പൊ ഈ വാല്യൂ എടുത്തെഴുതിയാൽ നിങ്ങൾ അതിന് കറസ്പോണ്ടിങ് M2 വാല്യൂ അതിലുണ്ട്. ഇത് കണ്ടുപിടിച്ചിട്ട് എല്ലിന്റെ ലെങ്ത് ഓഫ് ഇത് കണ്ടുപിടിക്കും. ഓക്കെ, ലെങ്ത് ഓഫ് പൈപ്പ്. ഈ 4F മാക്സ് ഡിവൈഡ് ബൈ ഡി എന്ന് പറഞ്ഞ സംഭവമില്ലേ, അത് ഡാറ്റ ബുക്കിലുണ്ട്. ആ ഡാറ്റ ബുക്കിലുണ്ട്. ഇനി ഡാറ്റ ബുക്കിൽ നേരെ ഓൺ ആക്കിയില്ലേ? നന്നായി. ഡാറ്റ ബുക്കിൽ ഉണ്ടടാ, ഈ കോളം ഉണ്ട്, അങ്ങനെ ഒരു കോളം ഉണ്ട് ഡാറ്റ ബുക്കിൽ ലാസ്റ്റ്. ഓക്കെ, ഫസ്യുദ്ദീൻ ഇല്ല. ദെൻ ജിജോ. ഫസ്യുദ്ദീൻ ഓക്കെ ഫസ്യുദ്ദീൻ ഉണ്ട്. ഫസ്യുദ്ദീൻ രാവിലെ അവിടെ പോയി. ജിജോ, ജിതിൻ, കാർത്തികേയൻ, ഋതുൽ, രാഹുൽ, സൂരജ്, സൗരവ്, ശ്രീരാഗ്, രാവിലെ ആബ്സെന്റ് ആയിരുന്നു. എക്സാം. വൈശാഖ്, വൈഷ്ണവ് സി കെ, വൈഷ്ണവ് പി കെ, വസീം, ദിനിൽ, ആബ്സെന്റാ. ജിഷ്ണു കെ, ജിഷ്ണു മോഹൻ, നിഖിൽ, രോഹിത്, വിഷ്ണു എ പി, തേജസ്, ആകാശ് പ്രകാശ്, അഭിനവ്, ഗോകുൽ, ആബ്സെന്റാ. സച്ചിൻ,
സച്ചിൻ രാവിലെ എവിടെ പോയത്? രാവിലെ നെറ്റിന്റെ അവസ്ഥ ഉണ്ടായിരുന്നു. ഓക്കെ ചെയ്താ എൽമാക്സ് എവിടെ കിട്ടുമോ? എൽമാക്സ് എവിടെ കിട്ടുക? 4 of Lmax by D equal to 27.285. അപ്പോ L കാണാണ്ട് D കിട്ടൂല്ലോ. എല്ല് കാണാണ്ട് ഡി കിട്ടാനാ? ഡി എല്ലടാ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കിട്ടിയ 22.6. അവിടെ നിങ്ങളോട് ലെങ്ത് ഓഫ് പൈപ്പ് കാണാനല്ലേ പറഞ്ഞു. ഇനീഷ്യലി ഡയമീറ്റർ കണ്ടുപിടിച്ചു, കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ ഇട്ടു, ഏരിയ കണ്ടുപിടിച്ചിട്ട് 5/4 d സ്ക്വയറിന് ഇട്ട് ഡയമീറ്റർ കണ്ടുപിടിച്ചില്ലേ? ഹലോ, എന്നിട്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യാം. M1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള M1 4FL മാക്സ് ബൈ ഡി ഇക്വേഷൻ ഇവിടെ ഉണ്ട്. M2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4FL മാക്സ് ബൈ ഡി ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഇത് തമ്മിൽ ഡിഫറൻസ് എടുത്ത് എന്ത് കിട്ടും? 4FL/D കിട്ടും. അതിനകത്ത് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. നമുക്ക് എല്ലിന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? കാർത്തികേയ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അവനെ? 0.016 എല്ല് അല്ല 308. 308. എവിടെ പറ്റിയേ? ഡിഫറൻസ് എത്ര എടുത്തേ? 27.285 അത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്നുകൂടി നോക്കിയേ. സാർ മീറ്റർ ചെയ്യണം. 309 or almost 309 meters വരും. അവിടെ എല്ലാരും ചെയ്യുന്നുണ്ടോ? കാർത്തികേയൻ ഉണ്ടോ? കാർത്തികേയൻ ഉണ്ടോ? അല്ലല്ലോ, അറ്റൻഡൻസ് എല്ലാം പറഞ്ഞല്ലോ. കാർത്തികേയൻ ചെയ്യുന്നുണ്ടോ നീ? എന്നാ ചെയ്ത ഇത്രയും നേരം? പറ, എന്നാ ചെയ്തേ? പറയടാ, എന്നാ ചെയ്ത നീ ഇത്രയും നേരം? ഇങ്ങനെ എഴുതുന്നുണ്ട്, അല്ലാണ്ട് ചെയ്യുന്നെന്ന് ചോദിച്ചാല് ഇല്ല. പിന്നെന്തോ അലക്കിയെടുത്തിട്ട് ഇരിക്കുന്ന ക്ലാസ്സിന്? അല്ല, അറിയാറ്റ് ചോദിക്കുന്നു. പിന്നെ എന്തെടുത്തിട്ടാ നീ ക്ലാസ്സിൽ പോയി? അതാണ്. കാൽക്കുലേറ്റർ പോയാൽ പുതിയ ഒരെണ്ണം വാങ്ങാറില്ലേ? അതിന് വേറെ ആരും വരുമോ വാങ്ങിച്ചു തരാൻ? വാങ്ങി തരുമോ നീ മോനെ? എന്നാ ഒരു കാൽക്കുലേറ്റർ നിന്റെ പോയില്ലേ, നീ എടുത്തോ വെച്ചോ എന്നിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടു തരുമാരെങ്കിലും? ഇല്ല. നീയല്ലേ പഠിക്കുന്നത്, നീയല്ലേ കോളേജിൽ പോകുന്നത്. ഒരു കാൽക്കുലേറ്റർ പോയാൽ വേറെ വാങ്ങണമെന്ന് എനിക്കറിയില്ലേ? ജിജോ ചെയ്യുന്നുണ്ടോ? ജിജോ ഓൺലൈനിൽ വെറുതെ നിൽക്കുന്നയാ? ഇൻബിറ്റ്വീൻ ഇതിങ്ങനെ ഓൺ ആക്കി വെച്ചിട്ട് പോകുന്നതോട് ഞാൻ അറ്റൻഡൻസ് എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അവസാനം ക്യാൻസൽ ചെയ്യുക അറ്റൻഡൻസ്. ഇങ്ങനെയാണെങ്കിൽ വെറുതെ ഓൺ ആക്കി വെച്ചിട്ട് പോകുന്ന ഓർഡർ ആണെങ്കിൽ. നിഖിലേ ചെയ്യുന്നുണ്ടോ? പ്രോബ്ലം ചെയ്യുന്നുണ്ടോ നിഖിൽ? എല്ലിന്റെ വാല്യൂ കിട്ടീനാ? കണ്ടുപിടിക്കുന്നേ ഉള്ളൂ. ഇത്രയും നേരമായിട്ടാ തന്ന വാല്യൂ തന്നെ. അവിടെ വാല്യൂ അടക്കം അവിടെ തന്നില്ല ക്വസ്റ്റ്യനില്. അത് ജസ്റ്റ് ഒരു ഡിഫറൻസ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇത്രയും സമയം? നോക്ക്, അല്ലെ ഈ ഒരു പ്രോബ്ലം ഇങ്ങനെ ഇരിക്കല്ലേ ഉണ്ടോ? ഓൾറെഡി നമ്മൾ എന്തെങ്കിലും പഠിച്ചു. ഫോർ ഈക്വേഷൻ പറഞ്ഞു, ഡയമീറ്റർ കിട്ടി, ലെങ്ത് ഓഫ് ദ പൈപ്പ് കിട്ടണം. ലെങ്ത് ഓഫ് ദ പൈപ്പിന് 4F/L/D
D is equal to equation ഉപയോഗിക്കുക 4f bar L max by D at M1 minus 4f bar L max by D at M2. Okay. Corresponding നമുക്ക് എന്ത് വരും 27.285 കിട്ടും ഇതിന്റെ ഡിഫറൻസ്. It will be equal to 4f bar L by D ആയിരിക്കും. So correspondingly equation will be final answer will be L is equal to 309 meters കിട്ടും. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അറ്റ് ദ എക്സിറ്റ് ആണ്. ഓക്കെ, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അറ്റ് ദ എക്സിറ്റ്. അതിൽ നമുക്ക് P2 അറിയണം. നമുക്ക് ഓൾറെഡി P1 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, P1 തന്നിട്ടുണ്ട്. ഈ വാല്യൂ ഇവിടെ ഒരു P ബൈ P സ്റ്റാർ എന്നൊരു കോളം കണ്ടോ? P ബൈ P സ്റ്റാർ എന്നൊരു കോളം ഉണ്ട്. ഫസ്റ്റ് കോളം മാക് നമ്പർ കഴിഞ്ഞ പാട് പാനോഫ്ലോന്റെ ഡയഗ്രം എടുത്താൽ ടേബിൾ എടുത്താൽ കിട്ടും P ബൈ P സ്റ്റാർ. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ മൊഡ്യൂളിന് ഏരിയ റിലേഷൻ ഒക്കെ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് കണ്ടുപിടിച്ചില്ലേ? അതുപോലെ ഇവിടെ P2 ബൈ P1 ഓരോ P സ്റ്റാർ വാല്യൂ ഇട്ട് കൊടുക്കുക. ആദ്യം P2 ബൈ P1 എന്നുള്ള റേഷ്യോന് ഞാൻ P2 ബൈ P2 സ്റ്റാർ ഡിവൈഡ് ബൈ P1 ബൈ P1 സ്റ്റാർ ഇട്ട് കൊടുത്തു. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് അവൈലബിൾ ആയിട്ടുള്ള വാല്യൂ ഉണ്ടാക്കാൻ നോക്കുകയാണ് അതിൻ്റെ അന്ന്. കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏരിയ A2 ബൈ A1 A2 ബൈ A സ്റ്റാർ ഡിവൈഡ് ബൈ A1 ബൈ A സ്റ്റാർ ഒക്കെ ഇട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത പോലെ ഇവിടെ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. P2 ബൈ P1 P2 ബൈ P2 സ്റ്റാർ ഡിവൈഡ് ബൈ P1 ബൈ P1 സ്റ്റാർ ആക്കി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടാവുമല്ലോ. 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇത് ഇൻറ്റു P1 നമുക്ക് അറിയാം. കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? സ്റ്റാറ്റിക് പ്രഷർ അറ്റ് ദ എക്സിറ്റ് കിട്ടും. P2 വാല്യൂ കിട്ടും. സിമിലർലി ടെമ്പറേച്ചറിന്റെ ഈ വാല്യൂസ് കൂടി ഉണ്ട്. T1 വാല്യൂ നമുക്കറിയാം. P2 T2 എന്ന് കണ്ടുപിടിച്ചേ. P2 വാല്യൂ T2 വാല്യൂ റസീദീൻ 1.107. സർ. റസീദൻ ചെയ്യുന്നുണ്ടോ? ആ, എന്നാ ചെയ്തേ? ഏത് സ്റ്റെപ്പാ ചെയ്യുന്നത്? P സ്റ്റാർ ഏതിന്റെ? ഇനിയിപ്പോ ലാസ്റ്റ് നോട്ടിൽ എഴുതി ഇക്വേഷൻ ഒന്ന് വായിച്ചേ. നോട്ടിൽ ലാസ്റ്റ് എഴുതി ഇക്വേഷൻ വായിക്കാൻ. നോട്ടുണ്ടോ കയ്യില്? നോട്ടുണ്ടോ കയ്യില്? മക്കളെ നോട്ടുണ്ടോ? മൈക്ക് ഓഫ് ആയിരിക്കും മോനെ. മൈക്ക് ഓഫ് ആയിരിക്കും. ഹലോ സാർ. ജിഷ്ണു പറ. സാർ ഇപ്പൊ ഒരു കള്ളിയിലിട്ട് 0.15 മാക് നമ്പർ പറയുന്ന സംഭവമില്ലേ? ഡാറ്റാ ബുക്കിൽ 0.15 കാണുന്നില്ലല്ലോ. അതിനല്ലടാ ഞാൻ പറഞ്ഞത്. 15 ഇല്ല, 14ഉം 16 ഉള്ളൂ. ക്വസ്റ്റ്യനിൽ 15 തന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്റർപോളേറ്റ് ചെയ്ത് മറ്റേ HMP ഒക്കെ കണ്ടുപിടിച്ച പോലെ ഇന്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇപ്പൊ കണ്ടുപിടിക്കാൻ നിൽക്കണ്ട, ഞാൻ കണ്ടുപിടിച്ച തെറ്റുണ്ടെന്നേ ഉള്ളൂ. പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. നീ ഏത് ലോകത്താ ഉള്ളത്? എന്ത് കിട്ടും നമുക്ക്? P2 ബൈ P2 കിട്ടി, T2 കിട്ടണം. കിട്ടിയാ? P2 T2 മക്കളെ അത്യാവശ്യം പ്രോബ്ലം എല്ലാം ചെയ്യാനുണ്ട്. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉപകാരവും കിട്ടൂല. നിങ്ങൾ തന്നെ ഫീസൊക്കെ അടക്കുന്നു. നിങ്ങൾക്കാണ് അതിന്റെ ബെനിഫിറ്റ് എന്തെങ്കിലും കിട്ടേണ്ടത്. അതല്ല ആലോചിച്ചിട്ട് P2 വാല്യൂ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ മോനെ? എടാ തന്ന ഇക്വേഷൻ വരെ ആഡ് ചെയ്യണ്ടത്. 1.007. 1.007. T2 വാല്യൂ
T2 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 വാല്യൂ എത്രയാടാ? സിമിലർലി ഇവിടെ കണ്ടുപിടിച്ച ഇതാ T by T star ഉണ്ട്. T2 by T2 star എടുക്കുക. ഇത് ഡിവൈഡ് ബൈ ഇവൻ ഫസ്റ്റ് വൺ ഇൻറ്റു T1. T1 വാല്യൂ നമുക്കറിയാം. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നിട്ടുണ്ട് 311 കെൽവിൻ. 297.59 വരും. ഓക്കെ, P2 വാല്യൂ 1.008 ബാർ, T2 is equal to 297.59 കെൽവിൻ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സിമിലർലി സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് ആണ്. ഓക്കെ, സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് കണ്ടുപിടിക്കണമെങ്കിൽ സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് എന്ന് പറയുമ്പോൾ P01 അറിയണം, P02 അറിയണം. നമുക്ക് രണ്ടും തന്നിട്ടില്ല. P01 തന്നിട്ടില്ല, P02 തന്നിട്ടില്ല. P02 മൈനസ് P01 ആണ് എന്ത്, സോറി P01 മൈനസ് P02 ആണ് എന്ത്, സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്തുണ്ട് ടേബിളിൽ ഇവിടെ ഒരു P0 by P0 സ്റ്റാർ ഉണ്ട്. ഓക്കെ, സോ P02 by P01 വെച്ചാൽ അതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മറ്റേതും കണ്ടുപിടിക്കാൻ പറ്റും. P01 P02 കിട്ടിയാൽ. ഓക്കെ, സോ സിമിലർലി ഇപ്പൊ ഈ രണ്ട് ടേബിൾ ഉപയോഗിച്ച പോലെ ഇവിടെ ഒരു P0 by P0 സ്റ്റാറിന്റെ ടേബിൾ ഉണ്ട്. സോ സിമിലർലി ഇപ്പൊ എഴുതിയ പോലെ ടെമ്പറേച്ചറിനും പ്രഷറിനും എഴുതിയ പോലെ ഒരു ഇക്വേഷൻ എഴുതിയാൽ P02 ഈക്വൽ ടു P02 ഡിവൈഡ് ബൈ P02 സ്റ്റാർ ഡിവൈഡ് ബൈ P01 ഡിവൈഡ് ബൈ P0 സ്റ്റാർ ഇൻറ്റു P01 വരും. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ രണ്ടും കണ്ടുപിടിക്കാം. P01 കിട്ടിയാൽ P02 കണ്ടുപിടിക്കാം, P02 കിട്ടിയാൽ P01 കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? P1 കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ഷോക്കിന്റെ ഒക്കെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഇതിപ്പോ ഡക്റ്റിലേക്ക് കയറുന്നതിന് മുന്നേയുള്ള കണ്ടീഷനാണ്, എൻട്രി കണ്ടീഷനാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എൻട്രി കണ്ടീഷനിലുള്ള വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ ഐസെൻട്രോപിക് ഫ്ലോന്റെ ടേബിൾ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതായത് എൻട്രി ഫ്രിക്ഷൻ എഫക്റ്റ് വരുന്നതിന് മുന്നേ എൻട്രി പോയിന്റിലുള്ള വാല്യൂസ്, ഓക്കെ, എൻട്രി സെക്ഷനിലെ വാല്യൂസ് ജനറൽ ആയിട്ടുള്ള കംപ്രസിബിൾ ഫ്ലോന്റെ ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ എന്നിട്ടുള്ളത് ഉണ്ടാവും. ആണ് ഏറ്റവും ഐഡിയൽ പ്രോസസ്. ഓക്കെ, ഐഡന്റിക്കൽ ഐഡിയൽ പ്രോസസ് ഫസ്റ്റ് കണ്ടീഷൻ എപ്പോഴും ഇതിന്റെ വാല്യൂസ് അതുവരെ കണ്ടപ്പോൾ P01 വാല്യൂ നമുക്ക് ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. കറസ്പോണ്ടിങ്ങിൽ എന്താ M1 വാല്യൂ 0.15 ആണ് നമുക്കറിയാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസെൻട്രോപിക് ടേബിൾ എടുക്കുക. ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ എടുത്തിട്ട് ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ ഗാമ 1.4ഉം M1 0.15 ആയിട്ടുള്ള P1 by P01 റേഷ്യോ ഉണ്ടാവും. നമ്മൾ പലവട്ടം ചെയ്ത ഇക്വേഷൻസ് ആണ്. P1 by P01 കണ്ടിട്ട് ഒരു ടേബിൾ ഉണ്ടാവും, ഒരു കോളം. അതിന്റെ അകത്ത് 0.15 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോക്കിയാൽ 0.984 എന്ന് കിട്ടും. ഓക്കെ, 0.984. ദെൻ ആ 0.984 കൊടുത്ത P1 നമുക്കറിയാം 3.45 ബാർ ആണ്. സോ ഡിവൈഡ് ബൈ 0.984 എടുത്താൽ P01 കിട്ടി. ഓക്കെ, P01 കിട്ടി. P01 കിട്ടി. ഈ ഇക്വേഷനിലേക്ക് P01 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? ഈ റേഷ്യോ നമുക്കറിയാം, ഡിനോമിനേറ്റർ റേഷ്യോ നമുക്കറിയാം, P01 അറിയാം. നമുക്ക് എന്ത് കിട്ടും? P02 കിട്ടും. P02 കിട്ടിയാൽ P01 മൈനസ് P02 എടുത്ത് എന്ത് കിട്ടും? സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് കിട്ടും. ഓക്കെ, സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് കിട്ടും. മുന്നേ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഡാറ്റ ബുക്ക് വെച്ച് നോക്കി അങ്ങ് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, 21 ആളാ. ബാക്കിയെല്ലാം പോയി? ക്ലാസ് കഴിഞ്ഞു മറ്റെല്ലാരോടും എല്ലാവരും ലെഫ്റ്റ് അടിച്ചു പോകുന്നേ. ചെയ്ത് പ്രോബ്ലം മനസ്സിലായിട്ടില്ല? നോക്കിയിട്ട് സംശയം ഉണ്ടോ ചോദിച്ചു. ഈ പരിപാടി നടക്കൂല. ഞാൻ ക്ലാസ് കഴിഞ്ഞ് പറയുന്നതിന് മുമ്പ് ഞാൻ ലാസ്റ്റ് ഒന്നുകൂടെ അറ്റൻഡൻസ് എടുക്കും. ഇത് പകുതിക്ക് ചിലപ്പോൾ അറ്റൻഡൻസിനായിട്ട് കയറി വരുന്ന പരിപാടിക്ക് നിൽക്കണ്ട. ഈ പരിപാടി മേലെ എനിക്ക് കാണുന്നുണ്ട്. ആരെ പോയെന്ന് വെച്ചാൽ അവരോട്.
ഞായറാഴ്ച ആകുമ്പോ എന്തായാലും എഴുതി സബ്മിറ്റ് ചെയ്യണേ അത് ലാബിന്റെ